പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള അയ്യപ്പന്മാരുടെ പ്രവാഹം തുടരുകയാണ്. എരുമേലി മുതൽ സന്നിധാനം വരെയുള്ള 52 കിലോമീറ്റർ ദൂരമാണ് കഠിന യാത്രയിലൂടെ അയ്യപ്പന്മാർ പിന്നിടുന്നത്. കാളകെട്ടി, അഴുത, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം തുടങ്ങി പമ്പയിലെത്തുന്ന പാതയാണിത്. ചെറു സംഘങ്ങളായി നീങ്ങുന്ന അയ്യപ്പന്മാരുടെ സ്വർണ്ണമന്ത്രങ്ങൾ മാത്രമാണ് എങ്ങും മുഴങ്ങി കേൾക്കുന്നത്. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പനും സംഘവും കാനനപാതയിലൂടെയാണ് സന്നിധാനത്തെത്തിയതെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർത്ഥാടകർ ഈ വഴി തിരഞ്ഞെടുക്കാനും കാരണം. ഇത് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പണ്ട് പേരത്തോട് വഴി ശബരിമലയിലേക്ക് പോയത് ഒരു പാതയാണിത്. അന്നേരം നമ്മൾ ശബരിമല സന്നിധാനത്തിലേക്ക് പോകണവർ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഭഗവാനെ ദർശിക്കണമെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ കാൽനടയായിട്ട് ഞങ്ങൾ വൈക്കത്തൊന്നും കാൽനടയായിട്ട് വരുന്ന ആൾക്കാരാണ്. കാരണം ഭഗവാൻ പോയ വഴിയെ കൂടി പിന്തുടർന്ന് ഞങ്ങൾ ഭഗവാൻ മഹർഷിയെ നിഗ്രഹിക്കുന്ന കാളകെട്ടി ചെന്നിട്ട് കാളകെട്ടിയിലും അതേപോലെ കല്ലിടാംകുന്നിൽ ഒക്കെ ചെന്ന് കണ്ട് വണങ്ങി ആ പാതയിൽ കൂടി നടന്ന് പോകണമെന്നൊരാഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ പാതയിൽ കൂടി നടന്നു വരുന്നത്. വനം വകുപ്പിൻ്റെയും VSSൻ്റെയും സഹായ സഹകരണങ്ങൾ അയ്യപ്പന്മാർക്ക് ലഭിക്കുന്നുണ്ട്. തുടർച്ചയായി കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പന്മാരാണ് ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. നിലവിൽ രാത്രികാലങ്ങളിൽ ഈ വഴിയുള്ള കാൽനടയാത്രയ്ക്ക് വനം വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തിരക്ക് വർദ്ധിച്ചതോടുകൂടി ആയിരങ്ങളാണ് ദിനംപ്രതി ഈ വഴി സന്നിധാനത്തേക്ക് പോകുന്നത്. കഠിനവ്രതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പിൻബലമാണ് അയ്യപ്പന്മാരെ കാനനപാതയിലൂടെയുള്ള യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.